നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 268ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നാടക നടനും ചലച്ചിത്ര നടനുമൊക്കെയായ ശ്രീ പൂജപ്പുര രവിയെക്കുറിച്ചിട്ടാണ്. സ്നേഹത്തിൻ്റെ പര്യായം സമം പൂജപ്പുര രവി എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. അദ്ദേഹത്തെ 2-3 തവണ ഞാൻ കണ്ടതും സംസാരിച്ചതും എല്ലാം പൂജപ്പുര മുകളിനടുത്തുള്ള വിജയമോഹിനി മില്ലിൻ്റെ മുൻവശത്തെ റോഡിൽ ബനിയനും കൈലിയും ധരിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് പല അവസരത്തിലും ഞാൻ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ നെറ്റിയിലൊരു ഭസ്മക്കുറി കാണും, ചിലപ്പോൾ അത് കാണില്ല. സരസമായ സംഭാഷണം, ചലച്ചിത്ര നടനെന്ന ഭാവമോ നാടക നടനെന്ന ഭാവമോ ഒന്നുമില്ലാതെ ഒരു പച്ചയായ മനുഷ്യൻ. എത്ര ഹൃദ്യതയോടെയും സ്നേഹത്തോടെയും ഉള്ള സംസാര രീതി. നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു കലാകാരൻ്റെ വൈഭവം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തെളിഞ്ഞു കാണാം. ലോകത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ പൂത്തിരികൾ കത്തിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ചടുലമായ ആ സംസാരം ഒരിക്കലും മറക്കാൻ കഴിയില്ല. എപ്പോൾ കണ്ടാലും ചോദിക്കും, ശരവണ, പുതിയ ചിത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി? വല്ലതും നടക്കുമോ? നമ്മൾ ചേട്ടാ നടക്കാനുള്ള ശ്രമത്തിലാണ്. എപ്പം നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ലല്ലോ. നിർമ്മിച്ചിരിക്കും. നീ ഒന്നുകൊണ്ടും വിഷമിക്കട്ടടാ, പ്രവർത്തിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ എല്ലാം കഴിയും എന്ന് പറഞ്ഞൊരു വലിയ കലാകാരൻ. നോക്കൂ, നീ എപ്പോഴെന്നെ കാണുമ്പോഴും ഞാനിവിടെ നിൽക്കുന്നതല്ലേ കാണുന്നത്. എന്നോട് വന്ന് സംസാരിക്കുന്ന എത്രയോ പേർ അവിടെയൊക്കെ മനസ്സിൻ്റെ തേങ്ങലുകൾ ആരെങ്കിലും കാണുന്നുണ്ടോ?